ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എൻ്റെ അടുത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കും കേട്ടോ. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഇൻട്രോ ഒന്നും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത്. ഇപ്പോൾ ചക്ക സീസൺ ആയില്ലേ, എവിടെ നോക്കിയാലും ചക്കയുടെ റെസിപ്പീസ് ആണല്ലേ. അപ്പം ഞാനും വന്നിരിക്കുകയാണ് ഒരു ചക്ക റെസിപ്പി ആയിട്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളിനി ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കയുടെ പല പല റെസിപ്പി ആയിട്ട് ഞാൻ വരുമെന്ന്. അതുപോലെ ദേ ആദ്യത്തെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നേക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് ചക്കയും ഇറച്ചിയും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇന്ന് ഉണ്ടാക്കിയത് ചക്കയും എല്ലുമായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കയും ഇറച്ചിയും അല്ലെങ്കിൽ ചക്കയും എല്ലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതും തേങ്ങ അരപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് കണ്ടു നോക്കിക്കേ നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരോടും കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഫാമിലി ആയിട്ട് വളരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മളിന്ന് പറഞ്ഞ പോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയും ഇറച്ചി എന്ന് പറയാൻ പറ്റില്ല, ചക്കയും എല്ലാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണം ഇറച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും ചക്ക അടർത്തിയെടുത്ത പോലെ ഉണ്ടല്ലേ. പക്ഷേ ഇത് അടർത്തിയെടുത്തിട്ട് തിരിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ അടർത്തിയെടുത്തതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തില്ല അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു, എന്നാൽ നീ വീഡിയോ എടുത്തോടി എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ എടുത്തതാട്ടോ. എന്നാലേ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പൊളിച്ചു, എന്ത് ചെയ്തു, എന്നിട്ട് ചക്കച്ചോള തിരിച്ചെടുക്കാം കേട്ടോ ചക്കയിൽ നിന്ന്. അപ്പോൾ ചക്കച്ചോള തിരിച്ചെടുക്കുമ്പോൾ വെളിഞ്ഞീനൊക്കെ മാറ്റണം. ഇവിടെ വെളിഞ്ഞീന്ന് പറഞ്ഞിട്ട് വെള്ള കളർ ഇതില്ലേ നമ്മുടെ ഇങ്ങനെ കൈമുട്ടി പിടിക്കണത്, ഈ സ്പൈഡർമാൻ്റെ വല പോലെ വന്നത്, അങ്ങനെ ആ സാധനമൊക്കെ മാറ്റി അങ്ങനെ നമ്മുടെ ചക്കച്ചോള എടുത്ത് കുരുവിൽ നിന്ന് വേർപ്പെടുത്തി ചക്ക ഇങ്ങനെ കുഞ്ഞു കഷ്ണമായിട്ട് അരയും. ഒരുപാട് കുഞ്ഞിതല്ല, എന്നാൽ കുറച്ചിത്. ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ, എവിടെ നോക്കിയാലും ചക്ക തന്നെ കാണാനുള്ളത്. അപ്പോൾ ഈ ചെരവാത്തടി ഉണ്ടല്ലോ പപ്പ ഉണ്ടാക്കിയതാട്ടോ. നമ്മുടെ ചെരവാത്തടി എന്ന് പറയുമ്പോൾ സാധാരണ ചെരവാത്തടി താഴെ ഇരുന്നിട്ട് ചെരവണതാട്ടോ. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നേരം ചെരുവിൽ നമ്മൾ നടുവൊക്കെ വേനെടുക്കും. അപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കിയതാട്ടത്. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ചിരണ്ടിട്ട്, തേങ്ങ എന്തിനാണ് ചെരവണത്, നമ്മളിന്ന് അരപ്പൊക്കെ ആഡ് ചെയ്തിട്ടാട്ടോ നമ്മുടെ ചക്ക ഇറച്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലും ചക്കയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം. ആദ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ അരപ്പുണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനുശേഷം വേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ബ്രൗൺ കളർ ആവുന്ന വരെ മിക്സ് ചെയ്യണേ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഇത്ര നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചു. കുക്കറിനുള്ള എന്തായിരുന്നു, ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയില്ലേ. ആ അരപ്പ് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം ആദ്യം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മുടെ ചക്കയും ഇറച്ചിയുടെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് പോവാട്ടെ നമുക്ക്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ എല്ല് അല്ലെങ്കിൽ നമ്മുടെ ഇറച്ചി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, നമ്മുടെ ചക്ക വേവല്ല ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം കൂടി ആഡ് ചെയ്യുക. അരപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് വയ്ക്കാം കേട്ടോ. ചക്ക ഇപ്പോൾ മിക്സായി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവുണ്ടോ, എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരിച്ചിരി മസാലപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന മസാലപ്പൊടി കേട്ടോ. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി. അങ്ങനെ നമ്മുടെ ചക്കയും ഇറച്ചി ഇവിടെ സെറ്റായിട്ടുണ്ട്. ചക്കയും എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചില ചക്കയൊക്കെ നന്നായിട്ട് നല്ല കുഴാന്ന് കിട്ടും. കുഴാന്ന് കിട്ടും. പക്ഷെ ചിലതൊന്നും അത്ര നല്ല സെറ്റായിട്ട് കിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുഴാന്നിരിക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ ലാസ്റ്റ് ഇറച്ചിയൊക്കെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്നുകൂടി പറയാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.